2025 ജനുവരി 1 ബുധനാഴ്ച. പരിശുദ്ധ കന്യാമറിയം ദൈവമാതാവ്. ലൂക്ക 2:16 മുതൽ 21 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു ക്ലാസ്സിൽ അധ്യാപിക കുട്ടികളോട് അവരുടെ അമ്മമാരെക്കുറിച്ച് എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു 6ാം ക്ലാസ്സുകാരി ക്രിസ്റ്റീൻ ഇങ്ങനെ എഴുതി: എൻ്റെ അമ്മയുടെ കൈകൾ. ഒരു കൈയിൽ അമ്മ പാത്രം വെച്ച് പാചകം ചെയ്യുന്നു, മറ്റൊന്നിൽ അവൾ തുണി കൊണ്ട് മേശ വൃത്തിയാക്കുന്നു. ഒരു കൈ കൊണ്ട് അവൾ കുഞ്ഞിന് ഭക്ഷണം നൽകുന്നു, മറ്റൊരു കൈ കൊണ്ട് അവൾ തൻ്റെ ഭർത്താവിനും മക്കളായ ഞങ്ങൾക്കും അത്താഴം തയ്യാറാക്കുന്നു. ഒരു കൈ കൊണ്ട് അവൾ വാതിൽക്കൽ വരുന്ന ഭിക്ഷക്കാരന് കഴിക്കാൻ കുറച്ച് അപ്പം നൽകുന്നു, മറ്റൊരു കൈ കൊണ്ട് അവൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുസഭ ദൈവമാതാവായ മറിയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. യേശുവിൻ്റെ അമ്മ എന്ന നിലയിൽ മറിയത്തിൻ്റെ മഹത്തായ പങ്ക് ഈ തിരുനാൾ പ്രഖ്യാപിക്കുന്നു. ക്രിസ്തുവിൻ്റെയും സഭയുടെയും ജീവിതത്തിലെ മറിയത്തിനുള്ള പ്രാധാന്യം ഊന്നി പറയുന്നതാണ് ഈ പുതുവർഷത്തിലെ ആദ്യ ദിനം. മറിയത്തിലൂടെയുള്ള രക്ഷയുടെ ദൈവിക പദ്ധതിയും യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ ധ്യാനാത്മകമായ പ്രതിഫലനവും ഇന്നത്തെ വായനയിൽ ഊന്നി പറയുന്നു. ദൈവമക്കൾ എന്ന നമ്മുടെ സ്വത്വവും ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവൾ ദൈവപുത്രനായ യേശുവിൻ്റെ അമ്മ മാത്രമല്ല, പിന്നെയോ നമ്മുടെ എല്ലാവരുടെയും അമ്മ കൂടിയാണ്. അമ്മയുടെ കൈകളിലൂടെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളിലും അവൾ എത്തിച്ചേരുന്നു. മറിയത്തിൻ്റെ മകനും മകളുമായി ജീവിക്കുവാൻ ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സഹായം ആവശ്യമുള്ള ആളുകളിലേക്ക് അവർ ആരായാലും എവിടെയായാലും നമുക്ക് എത്തിച്ചേരാം. ഇന്ന് ലോക സമാധാന ദിനമായി കൂടി സഭ ആചരിക്കുന്നുണ്ട്. സമാധാനത്തിൻ്റെ രാജ്ഞിയായ ദേവമാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെ സംരക്ഷണത്തിൽ നമുക്ക് നമ്മുടെ ലോകത്തെ മുഴുവനും പ്രതിഷ്ഠിക്കാം. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.